വയനാട്ടിൽ വീട് പണി ചെയ്യാൻ പണമില്ലാത്ത കോൺഗ്രസിനെ സഹായിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഭിക്ഷയാചിക്കൽ. ദൃശ്യം ദേ നോക്കി. നമ്മളൊന്ന് സഹായിക്കണ്ടേ? എന്തായാലും അത് വേണം. കാര്യം ബുദ്ധിമുട്ടുന്ന ഏത് വിഭാഗക്കാരെയും സഹായിക്കാൻ ഈ നാട്ടിൽ ഡിവൈഎഫ്ഐ അല്ലേ ഉള്ളൂ. ആ നിലയ്ക്ക് നാട്ടുകാരുടെ പണം പിരിച്ച് ഗർഭം കലക്കി തീർത്ത കോൺഗ്രസിന് ഒരു കൈസഹായം ആവശ്യമല്ലേ? അതിനുവേണ്ടിയാണ് ഡിവൈഎഫ്ഐ പിച്ച ചട്ടിയുമെടുത്ത് ഭിക്ഷ യാചിക്കാൻ ഇറങ്ങിയത്. ആ പണം എല്ലാം കൂടി കോൺഗ്രസിന് കൈമാറും. ഒരു വീട് നിർമ്മിക്കാൻ എന്താണോ ഡിവൈഎഫ്ഐക്ക് ചെയ്യാൻ കഴിയുക, നാട്ടിലെ ജനങ്ങളെ കൂടി അതിൽ പങ്കാളികളാക്കി കിട്ടുന്ന തുക പിരിച്ച് അവർക്ക് കൊടുക്കുക. ഇതും കൂടി ഗർഭം കലക്കി തീർത്തുകളയല്ലേ എന്നാണ് ഉപദേശിക്കാനുള്ളത്. കോടിക്കണക്കിന് രൂപ, ഏകദേശം 54 കോടി രൂപ വരെ ആപ്പിലേക്ക് വന്നതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പൊടുന്നനെ ആപ്പ് മുക്കുന്നു, പണം പോകുന്നു, 5 കോടിയായി കുറയുന്നു. വല്ലാത്ത വിസ്മയം ആ ഫണ്ടിൽ സംഭവിച്ചപ്പോഴാണ് പാവപ്പെട്ട കഞ്ഞിക്കുഴികളെ ഓർത്ത് ഡിവൈഎഫ്ഐ ഭിക്ഷ യാചിക്കാൻ ഇറങ്ങിയത്. 20 കോടി രൂപ അവർ പിരിവെടുത്തതല്ല, അവർ കഷ്ടപ്പെട്ട് ആക്രിമറക്കുകയും ജോലി ചെയ്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 100 വീടിൻ്റെ പൈസയായിട്ട് അടച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് വീട് വയ്ക്കാൻ പൈസയില്ല. അവർ വാങ്ങിയ ഭൂമിയാണെങ്കിൽ മറിച്ച് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ആ പ്രോപ്പർട്ടി മറിച്ച് വിറ്റതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ പുതിയ പ്രോപ്പർട്ടി വാങ്ങി വീട് വയ്ക്കാനുള്ള ആലോചനയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സന്ദർഭത്തിൽ ഇപ്പോഴത്തെ നിലയിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ കരുതിയത് അവർക്ക് ഒരു കൈസഹായം ചെയ്യാനായിട്ട് ഭിക്ഷ യാചിക്കാൻ ഇറങ്ങാമെന്ന്. എന്തായാലും ഭിക്ഷയാചിക്കൽ വമ്പൻ ഹിറ്റായിട്ടുണ്ട്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ഡിവൈഎഫ്ഐ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി കാണിച്ച ആ കരുതൽ മനസ്സിനെ വലിയ വാർത്താ പ്രാധാന്യത്തോടെ നാട്ടുകാരുടെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ വേണം ഈ നാട്ടിൽ ഫണ്ട് മുക്കി നക്കലും അല്ലെങ്കിൽ ഗർഭം കലക്കി തീർത്താലും അവരെ കഴിയാവുന്ന രീതിയിൽ സഹായിക്കാൻ ഡിവൈഎഫ്ഐക്കാർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു ഫ്ലെക്സുമായിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് വീട് വയ്ക്കാൻ പണമില്ലാത്ത കോൺഗ്രസിനെ സഹായിക്കാൻ അവർ രംഗത്തിറങ്ങിയത്.